തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി താരും തളിരും മിഴിപൂട്ടി താഴെ ശ്യാമാംബരത്തിൻ നിറമായി എൻ്റെ പേര് മോഹൻ. കാസർഗോഡ് ജില്ലയിലെ കൂവാറ്റി പറയങ്ങാട് എന്ന സ്ഥലത്താണ് എൻ്റെ താമസം. ഞാനൊരു വെറ്റില കർഷകനാണ്. കുറേ വർഷങ്ങളെ തലമുറകളായി ഞങ്ങളുടെ കുടുംബക്കാർ വെറ്റില കൃഷി ഒരു ജീവിത മാർഗമായി സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും ഇത് വെറ്റില കൃഷി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. എനിക്ക് മാസം ഒരു 6000 രൂപയോളം വരുമാനം ഈ വെറ്റില കൃഷിയിലൂടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് സംശയമുണ്ടെങ്കിൽ അതിന് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറ് വന്നു. കൂടുതൽ ആൾക്കാരും വെറ്റില കൃഷിയിലേക്ക് വരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, കറുക വയൽ കുരുവി മുറിവാളൻ കുരുവി കതിരാടും വയലിൽ ചെറുകാവൽക്കാരി തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം. പൗരാണിക കാലഘട്ടം മുതൽ നമ്മൾ വാഴ്ത്തിപ്പാടുന്ന ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ വെറ്റില. പക്ഷേ ഇന്ന് വെറ്റില ഒരു ജീവിത ഉപാധി കൂടിയാണ്. സാധാരണ ഒരു കർഷക കുടുംബത്തിന് ഒരു മാസം 6000 രൂപയിലധികം വരുമാനം ഉണ്ടാക്കാൻ പറ്റും ഒരു വെറ്റില കൃഷിയിൽ. അപ്പോൾ പല കുടുംബങ്ങളും ഈ വെറ്റില ഒരു ജീവിത ഉപാധിയായിട്ട് ഈ കാസർഗോഡ് ജില്ലയിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിലൊരു ആളാണ് ഞാൻ. എനിക്ക് മാസം ഒരു 6000 രൂപയുടെ വരുമാനം വെക്കുന്നുണ്ടാകും. വെറ്റില ഒരു നന്നായിട്ട് പാകമായ വെറ്റില നടണമെങ്കിൽ 4 വർഷം പഴക്കമുള്ള വെറ്റില കൂടിയിൽ നിന്നും വെറ്റില കമ്പുകൾ ശേഖരിച്ച് വൈകുന്നേരമാണ് നടേണ്ടത്. ചാലുകൾ കീറി വേണം നടാൻ. മുരിങ്ങ കാലുകളിൽ പടർത്തി വേണം വെറ്റില പൊടി നടേണ്ടത്. അതാണ് ഈ വെറ്റില കൃഷിയെ കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ വളരെ ഈ രാസവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ജൈവവളങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ചാണകമാണ് വെറ്റിലക്ക് പറ്റിയ വളം. അതുകൊണ്ട് ചാണകം ഉപയോഗിച്ചാൽ കൂടുതൽ വിളവ് കിട്ടും. കീടനാശിനികളും ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് ചാണകം ഉപയോഗിക്കുകയാണെങ്കിൽ കീടങ്ങൾ വരുന്നത് ഒരു പരിധി വരെ തടയാൻ സാധിക്കും. ഒരു വെറ്റില കൊടിയിൽ നിന്ന് 4 വർഷം വരെ വിളവെടുക്കാൻ സാധിക്കും. തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, കറുക വയൽ കുരുവി മുറിവാളൻ കുരുവി കതിരാടും വയലിൽ ചെറുകാവൽക്കാരി തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാം. ഓ
നടവഴിയിടകളിൽ നടുമുഖങ്ങളിൽ ഒരു കഥ നിറയുകയാ, ഒരു പിടിയവിലിൻ കഥ പോലിവളുടെ പരിണയ. എൻ്റെ 8 മാസം പ്രായമായിട്ടുള്ള ഒരു വെറ്റില കൊടിയാണ് പുതിയ തോട്ടം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വിധം ഇങ്ങനെ ചാലുകൾ കീറിയിട്ട് വേണം വെറ്റില കൊടി നടേണ്ടത്. അങ്ങനെ 1, 2, 3 ചാലുകൾ കീറി അതിനകത്ത് ഇത്ര വ്യത്യാസത്തിൽ, അത് ഏകദേശം 1 കോൽ വീതി വ്യത്യാസത്തിൽ വേണം കമ്പുകൾ നടേണ്ടത്. കമ്പുകൾ നട്ടതിലുടനെ ഇതിന് മുകളിൽ പുത വെക്കുക. പുത വെച്ചിട്ട് ഒരു 3 ആഴ്ച കഴിഞ്ഞാൽ ഉടനെ ആ പുത മാറ്റി അവിടെ കുറ്റിക്കാൽ ചെറിയ ചെറിയ കമ്പുകൾ നാട്ടി അതിനായാലും കെട്ടിയിടണം. കെട്ടിയിട്ട് അതിന് ഒരു 6 മാസം കഴിഞ്ഞാൽ, ഒരു 6 മാസം അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞാൽ അതിനെ വലിയ മുരിങ്ങക്കാലുകളിൽ നാട്ടി ഇതുപോലെ ഇങ്ങനെ പടർത്തി കയറ്റണം. അതുപോലെ മരുന്ന് മരത്തിൻ്റെ ചവറ് വേണം, തോല് വേണം ഇങ്ങനെ ഇതിന് തറിച്ച് കൂട്ടേണ്ടത്. അതുപോലെ ചാണകം, നന്നായിട്ട് ചാണകവും ചേർത്ത് കൊടുക്കണം. ഒരു പ്രായത്തിൽ ഇത്ര പോലെ ഹൈറ്റിൽ വന്നാൽ ആ വെറ്റില തലകളിലൊക്കെ പൊളിച്ച് താഴ്ത്തി വീണ്ടും കയറ്റി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഈ കണ്ണി ഇതാണ് വെറ്റില പറിക്കേണ്ട കണ്ണികൾ. ഈ കണ്ണികൾ ഇത്ര ഹൈറ്റ് എന്ന് വെച്ച് പൊട്ടി മുകളിലോട്ട് പോയാൽ നന്നായിട്ട് വെറ്റില കിട്ടും. അതാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നന്നായിട്ട് ശ്രദ്ധിക്കണം. കുട്ടികളെ ശ്രദ്ധിക്കുന്നത് പോലെ വെറ്റിലയെ ശ്രദ്ധിച്ചാലേ വെറ്റിലയെ ഒരു ജീവിതോപാധിയായിട്ട് മാറ്റാൻ പറ്റുകയുള്ളൂ, നന്നായിട്ട് വിളവും കിട്ടുകയുള്ളൂ. അതാണ് വെറ്റിലയെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ.